ശ്രീ പി ഗഗാറിൻ ഇന്നിപ്പോൾ വനം വകുപ്പിന് റീത്തുവെക്കുകയാണ് അവർ പ്രതിഷേധക്കാർ. LDF-ഉം UDF-ഉം എല്ലാവരും ചേർന്ന് രാഷ്ട്രീയ ഭേദമന്യേ സംയുക്തമായി നടത്തിയ ഒരു സമരമാണ്. വനമന്ത്രി അങ്ങോട്ടേക്ക് എത്തിയില്ല. കാര്യങ്ങളൊന്നും വെടിപ്പായും കാര്യക്ഷമമായും ഇക്കാലം അത്രയും നടന്നില്ല എന്ന് സമരക്കാർ ആരോപിക്കുന്നു. അവർ റീത്തുവെക്കലല്ലാതെ പിന്നെ എന്ത് ചെയ്യും? ശ്രീ പി ഗഗാറിൻ. അല്ല, ഇന്ന് ശ്രീ പോളിൻ്റെ മരണം ദാരുണമാണ് എന്നുള്ളതിലൊരു തർക്കമില്ല. പക്ഷെ ആ മരണത്തിൽ വയനാട് ജില്ലയിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ എല്ലാവരും ആ മരണത്തിലുള്ള വിഷമം പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സമരത്തിന് നേതൃത്വം നൽകിയത്. ഇന്ന് ജില്ലയിലെ ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഉള്ളൊരു സമരത്തിന് നേതൃത്വം നൽകിയത്. ആ സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സോന പോളിൻ്റെ മകളാണ്. സ്വാഭാവികമായിട്ടും ഒരു മകളുടെ പ്രയാസം ഞങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ ആശുപത്രിയിലെ ചികിത്സയൊക്കെയായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അത് ആധികാരികമായി അത് സംബന്ധിച്ച് ഞങ്ങളല്ല പറയേണ്ടത്. അത് സംബന്ധിച്ച് ഔദ്യോഗികമായി പിന്നീട് വ്യക്തത വരുത്തേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തത്, ഈ പ്രതിഷേധം എന്ന് പറയുന്നത് വയനാട് ജില്ലയിൽ ഇന്നുണ്ടായ പ്രതിഷേധം എടുത്താൽ ഇപ്പം രണ്ട് മരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ജില്ലയിൽ അസാധാരണമായ പ്രതിഷേധം ഉയർന്നു വന്നത്. ഒന്ന് മാനന്തവാടിയിലെ കഴിഞ്ഞ 10-ാം തീയതി നടന്ന ആന ജനവാസ കേന്ദ്രത്തിൽ വന്നുകൊണ്ട് ആന ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അസാധാരണമായൊരു പ്രതിഷേധം ഉയർന്നു വന്നു. ആ പ്രതിഷേധത്തിലും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ചില സംഭവങ്ങളുണ്ടായി. ബോഡി ആശുപത്രിയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി റോഡിൽ വെച്ചു. പിന്നീട് ആ ബോഡി കൊണ്ടുപോയി RD ഓഫീസിൽ വെച്ചു. ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ അവിടെ ഉണ്ടായി. അന്നും ഇന്നും കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ രണ്ട് പ്രതിഷേധങ്ങൾക്കും മുൻകൂട്ടിയുള്ളൊരു ആസൂത്രണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളെല്ലാം പ്രതിഷേധത്തിൻ്റെ കൂടെ തന്നെയാണ്. പി ഗഗാറിൻ ആസൂത്രണവും ഗൂഢാലോചനയും തീവ്രവാദ ചാപ്പയും ഒക്കെ വഴിയേ വരും, നമുക്കറിയാമത്. പക്ഷെ ഇപ്പോഴത് ആരോപിക്കല്ലേ? ഇപ്പോൾ ഒരു ജനത പ്രാണഭയത്തിലാണ്. കഴിഞ്ഞ 4 ആഴ്ചയിൽ 3 മരണം കണ്ട ഒരു ജനതയാണ്. അവർ അക്രമാസക്തരായ കുറ്റം പറയാൻ പറ്റുമോ? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ജനതയുടെ ഭാഗമാണ് ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നവരാണ്. ഈ ജനതയുടെ ഭാഗമാണ് ഞങ്ങളെല്ലാം ഈ ഭീഷണി നേരിടുന്നവരാണ്. ഞങ്ങൾ ഈ ഭീഷണിയെ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായി പരിശ്രമം നടത്തുന്നവരാണ്. അതിനുവേണ്ടി ശ്രമിക്കുന്നവരാണ്. അത് ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും 100% തൃപ്തരാണ് ഞങ്ങളെന്ന് പറഞ്ഞവരല്ല. ഞങ്ങൾ പൂർണ്ണമായും തൃപ്തമായ രീതിയിലുള്ള നിലപാടുകളിലേക്ക് ഗവൺമെൻറ്റും അതിൻ്റെ സംവിധാനങ്ങളും എത്തണം, ഭരണകൂടത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും എത്തണമെന്ന് വാദിക്കുന്നവരാണ്. അതിനുവേണ്ടി രാജ്യത്ത് നിലവിലുള്ള അതിന് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വന്യജീവി നിയമം അടിസ്ഥാനപരമായി മാറ്റണം. നമുക്ക് അതിലേക്ക് എത്താം. പക്ഷേ ഇവിടെ ഒറ്റയാഴ്ച മുമ്പ് മാത്രം മാനന്തവാടിയിൽ അവിടെ മാനന്തവാടിയിൽ ഒരു ബോഡി വെച്ച് പ്രതിഷേധം ഉണ്ടായെങ്കിൽ ഇന്ന് ബോഡി വെച്ച് സാധാരണയിൽ ബോഡി വെച്ച് പ്രതിഷേധം ഉണ്ടാകുന്ന എപ്പോഴാണ്? ഗഗാറിൻ, ഗതികേടിന് അങ്ങേ അറ്റത്തെ ആ ഒരു സമരമാർഗത്തിലേക്ക് ഏത് ജനതയും പോകൂ അല്ലേ? അങ്ങനെയല്ല. ഇന്നലെ ശ്രീ പോൾ മരിക്കുന്നതിന് മുമ്പ് വയനാട് ജില്ലയിൽ പ്രചരിച്ച ഒരു മെസ്സേജ് ഉണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ആ മെസ്സേജിൽ എന്താ പറയുന്നത്? പോളിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാണ്, ഗുരുതരമാണ്, പോൾ മരണപ്പെട്ടാൽ നാളെ നമുക്ക് വയനാട് കത്തിക്കണം. അത്തരത്തിലൊരു മെസ്സേജ് വിട്ട ആ ഗ്രൂപ്പാണ് ഇന്നും അസാധാരണമായ രീതിയിലുള്ള സംഭവങ്ങൾ പുൽപ്പള്ളിയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതിൽ അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളിലാകെ വയനാട്ടിലെ പ്രത്യേകിച്ച് ഈ സംഭവങ്ങൾ നടന്ന പ്രദേശത്തെ ജനങ്ങളുടെയോ ബന്ധുക്കളുടെയോ അതുപോലെ തന്നെ കൂടെ ഏറ്റവും അടുത്തറിയുന്ന വ്യക്തികളുടെയോ വൈകാരികമായ സമീപനമല്ലാതെ ആയിരങ്ങൾ അണിനിരുന്നു. പുൽപ്പള്ളി പോലൊരു ചെറിയ പട്ടണത്തിൽ ആയിരങ്ങൾ അണിനിരുന്നു. ആ പ്രതിഷേധത്തിൽ ഞങ്ങളുണ്ട്. പിന്നെങ്ങനെയാണ് സമരത്തിൽ ആസൂത്രണം ആരോപിക്കുക? ഞങ്ങളുണ്ട്. ആസൂത്രണം നടത്തിയ ആളുകളെ വളരെ കൃത്യമായിട്ട് സാർ ഒരു പാവം ക്ഷീരകർഷകനെ മുക്കാലും തിന്നു. ഒരു പാവം ക്ഷീരകർഷകൻ ഒരു കടുവ മുക്കാലും തിന്നു. ഒരാളെ വീടിനകത്ത് ഗേറ്റ് കയറി കാട്ടാനെ ചവിട്ടിക്കുന്നു. ഇന്ന് പോളിനെ ചവിട്ടിക്കുന്നു. വൈകാരികത സ്വാഭാവികമല്ലേ? രാഷ്ട്രീയ പ്രശ്നമാണോ? പ്രാണഭയത്തിന്റെ പ്രശ്നമല്ലേ? നിങ്ങൾ പറ, ഒരാളെ
ആശുപത്രിയിലേക്ക് ഒരാളെ കൊണ്ടുപോകുമ്പോൾ അയാൾ മരിച്ചാൽ നാളെ വയനാട് കത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ആളാരാണ്? എനിക്കറിയില്ല, അങ്ങ് പറയൂ. ചോദിക്കണ്ടേ? അല്ല, അങ്ങ് പറയൂ, ഏത് ഗ്രൂപ്പാണെന്ന് പറയൂ. ആസൂത്രണല്ലേ? അല്ല, അങ്ങ് പറയൂ, ഏത് ഗ്രൂപ്പാണെന്ന്. അല്ല, അത് കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ടെന്ന് വാർത്ത വന്നിട്ടുണ്ട്. അത് പരിശോധിക്കും തീർച്ചയായിട്ടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ജില്ലക്കകത്ത് നടത്തുകയാണ്, കൃത്യമായിട്ട് നടത്തുകയാണ്. അങ്ങനെ ഈ സംഭവത്തിൽ വയനാട്ടിലെ ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട സംഭവം ദാരുണമാണെന്നും അവരുടെ കുടുംബത്തെ പൂർണ്ണമായി സംരക്ഷിക്കണമെന്നും ഇന്ന് നൽകുന്ന നഷ്ടപരിഹാരം പോരാ എന്നും ഈ വയനാട്ടിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഏതെങ്കിലും വ്യക്തികൾക്കോ വ്യത്യസ്ത അഭിപ്രായമില്ല. അതിനുവേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2015 വരെ വയനാട്ടിൽ ഒരു വന്യമൃഗ ആക്രമണത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തിന് കൊടുത്തു വന്നിരുന്നത് കേവലം 2 ലക്ഷം രൂപ മാത്രമായിരുന്നു 2015 വരെ. ഇന്ന് 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ ഒരു മനുഷ്യൻ്റെ മരണത്തിന് ആ കുടുംബത്തിന് നൽകുന്ന നഷ്ടപരിഹാരം എന്ന് പറയുന്നത് തുച്ഛമായതാണ് എന്ന് വാദിക്കുന്നവരാണ് ഞങ്ങൾ. അത് മാറ്റണം എന്ന് ശക്തമായി വാദിക്കുന്നവരാണ് ഞങ്ങൾ. അത് പോരാ, ആ കുടുംബത്തിൻ്റെ പൂർണ്ണമായ സംരക്ഷണം ഉറപ്പുവരുത്താൻ പറ്റും വിധമുള്ള നിയമവ്യവസ്ഥകൾ തന്നെ രൂപീകരിക്കണം. ശരി, നമുക്ക് അതിലേക്ക് വിശദമായി നമ്മൾ ഉറപ്പായും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിലേക്ക് എത്തും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലവിലുള്ള ഒരു സംവിധാനം നിയമവ്യവസ്ഥയെ നിലനിൽക്കുമ്പോൾ ഇന്നിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു രക്ഷയില്ല. അത് ഇന്നുള്ള സംവിധാനത്തിനകത്ത് നിന്ന് സംസാരിക്കാൻ മാത്രം കഴിയുന്ന ആളുകളെ അവരെ മാത്രം വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാനും വ്യക്തിപരമായി തടഞ്ഞു വെക്കാനും മാനസികമായി പീഡിപ്പിക്കാനും തയ്യാറാകുന്നത് നില സ്വീകരിക്കുന്നത് അരാജകത്വത്തിലേക്കല്ലേ പോകാനാണ്. പരിഹാരം കാണുന്നതിനുള്ള കൂട്ടായ പരിശ്രമത്തെ ദുർബലപ്പെടുത്തല്ലേ? അല്ല, അങ്ങനെ കൂട്ടായ പരിശ്രമങ്ങൾ കാലാകാലങ്ങളിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണല്ലോ ജനത പറയാം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. സിറ്റി സിദ്ദിഖ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന വാർത്ത അക്രമ സംഭവങ്ങൾ കേസെടുക്കുമെന്നാണ്. അല്ല, ഞാൻ അങ്ങനെയൊക്കെ എത്താം സാർ. മാനന്തവാടി മരണത്തിന് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രി നേരിട്ട് 2 യോഗങ്ങൾ നടത്തി. 250 ക്യാമറ വെക്കാൻ തീരുമാനിച്ചതല്ലേ? 250 ക്യാമറ വെക്കാൻ തീരുമാനിച്ചു. അല്ല, അത് മാത്രമൊന്നുമല്ല. ജില്ലയിലെ മന്ത്രിമാരുടെ ഒരു ടീമിനെ അയച്ചുകൊണ്ട് 20-ാം തീയതി ഈ ജില്ലക്കകത്തുള്ള ജനപ്രതിനിധികൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ യോഗം വിളിച്ച് ഓരോ പ്രദേശത്തും എങ്ങനെയാണ് ഇതിനെ തടയേണ്ടത് എന്നത് സംബന്ധിച്ചൊരു പദ്ധതി നിശ്ചിത ദിവസത്തിനകം തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. ഇല്ലാത്ത വിധത്തിലുള്ള വേഗതയിൽ തന്നെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് മുന്നോട്ട് പോവുകയാണ്. നല്ല കാര്യം. അങ്ങനെ ഉണ്ടാവട്ടെ. സിറ്റി സിദ്ദിഖ് ഇവിടെ പുൽപ്പള്ളി അക്രമ സംഭവങ്ങൾ കേസെടുക്കുമെന്ന് അറിയാൻ കഴിയുന്നു. മുമ്പില്ലാത്തൊരു നീക്കാണ് മാനന്തവാടിയിൽ. നല്ല കാര്യമാണ്. ആ നീക്കങ്ങൾ മുന്നോട്ട് പോകട്ടെ. നല്ല കാര്യമാണ് തീർച്ചയായിട്ടും. ഇത് വയനാട്ടിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെ പ്രശ്നമാണ്. അതെ. അതിനിടയിൽ ചിലരെ ആക്ഷേപിക്കുക. അപ്പൊ ഇന്ന് തന്നെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ട് വിശദീകരിക്കാൻ പോയ MLA ആക്രമിക്കാൻ പോയില്ലേ? ആ മണ്ഡലത്തിലെ MLA എന്നുള്ള നിലക്ക് അയാളുടെ ബാധ്യതയല്ലേ അത് വിശദീകരിക്കാൻ പോകുന്ന ആളെ ആക്രമിക്കാൻ പോവുക എന്ന് വളരെ ഉത്തരവാദപ്പെട്ട ഒരു പുരോഹിതൻ അടിയടാന്ന് പറയുക. അതൊക്കെ നാട്ടിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഇതൊരു വൈകാരിക പ്രതിഷേധത്തിന്റെ ഒരു വൈകാരിക തലത്തിലെ പീക്കിൽ നിൽക്കുന്ന ഒരു പ്രതിഷേധത്തിൽ അടിയട എന്നൊക്കെ പറയുന്നത് അത്ര വലിയ മഹാപരാധമാണോ എന്ന് സമരത്തിലൂടെ വളർന്നു വന്ന ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അങ്ങ് ആലോചിക്കും. ഞാൻ അങ്ങനെയൊക്കെ എത്താം. അതല്ല, അങ്ങനെ വരുമ്പോൾ ഉത്തരവാദപ്പെട്ടവർക്ക് ഏത് സന്ദർഭത്തിലും ഇടപെടാൻ പറ്റാത്ത സാഹചര്യം വരില്ല. അതെ. ഉത്തരവാദപ്പെട്ടവർ വന്നാൽ അവരെ ആക്രമിക്കുന്ന നില വന്നാൽ ആർക്കെങ്കിലും അങ്ങോട്ട് വരാൻ. ഇത് 365 ദിവസവും വയനാട്ടിൽ നടക്കുന്ന സംഭവവികാസമല്ല. മാനന്തവാടിയിൽ നേരത്തെ സമരമുണ്ടായപ്പോഴും ഇത്രത്തോളം കടുത്തില്ല. അത് ദിവസങ്ങൾക്കപ്പുറം വീണ്ടും അതേപോലെ ഒരു കാട്ടാന നെഞ്ചാങ്കൂടി ചവിട്ടി തകർത്തൊരു മനുഷ്യനെ പ്രാരാബ്ധക്കാരനെ കൊന്നപ്പോഴുണ്ടായ വൈകാരികത കാണണം. ഗഗാറിന് എല്ലാ ദിവസവും ഉണ്ടാകുന്ന സമരം ഇങ്ങനെയാണോ? ഞാൻ അങ്ങനെയൊക്കെ എത്തും. സിറ്റി സിദ്ദിഖ് ഇവിടെ. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ആ വൈകാരികത ഉള്ളതുകൊണ്ടല്ലേ നേരത്തെ ഞങ്ങള് ഇവിടെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നില്ലല്ലോ. ഞങ്ങൾ വയനാട്ടിലെ ജനങ്ങളുടെ വൈകാരികതയോടൊപ്പം നിൽക്കുന്നത് കൊണ്ടല്ലേ ഭരിക്കുന്ന LDF പോലും ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം.